ഹായ് ഫ്രണ്ട്സ്, വരാനിരിക്കുന്ന LDC, LGS, LPUP തുടങ്ങിയ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് എക്സാം സിലബസ്. എന്നാൽ അത് പഠിക്കാൻ ദിവസങ്ങളോളം ചെലവാക്കുന്നത് വലിയൊരു അബദ്ധവുമാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ സിലബസ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈൻഡ് മാപ്പ് PSC. ഇന്ന് നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. 1. എന്തിനാണ് സിലബസ്? 2. എങ്ങനെ സിലബസ് എഫക്റ്റീവായി പഠിക്കാം? 3. സിലബസ് പഠിക്കുന്നതോടൊപ്പം റിവിഷനും എങ്ങനെ നടത്താം? നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്തിനാണ് സിലബസ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിർത്തി. നമ്മുടെ പഠനത്തിന് ഒരു വ്യക്തമായ അതിർത്തി നിശ്ചയിക്കുകയാണ് സിലബസിലൂടെ. പണ്ട് പല PSC എക്സാംസിനും വ്യക്തമായ സിലബസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത പഠനമായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് വ്യക്തമായ സിലബസ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഓർഗനൈസ്ഡായി ആ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് പഠിക്കാനും പറ്റും. ഈ അതിർത്തിക്ക് വെളിയിലുള്ളവ പഠിക്കാനായി ധാരാളം സമയം കളയേണ്ടിയും വരുന്നില്ല. മാത്രമല്ല, നമ്മൾ സമ്പാദിക്കുന്ന അറിവുകൾക്ക് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് സിലബസ് കൊണ്ടുള്ള പ്രധാന പ്രയോജനങ്ങൾ. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് എങ്ങനെ സിലബസ് എഫക്റ്റീവായി പഠിക്കാം എന്നതാണ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സിലബസ് പഠിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ അത് പഠിച്ചു തീർത്തിട്ട് നമ്മുടെ കോർ സ്റ്റഡിയിലേക്ക് കടക്കാനിരുന്നാൽ അത് നമ്മുടെ സമയം നശിപ്പിക്കുകയും ചെയ്യും. പക്ഷേ പലർക്കും അത്തരത്തിൽ പഠിക്കുന്നത് വളരെ എഫക്റ്റീവായ രീതിയാണ്. എന്നാൽ മറ്റു പലർക്കും അത് ഉപകാരപ്പെടുകയില്ല. എനിക്ക് യൂസ്ഫുൾ ആയ ഒരു മെത്തേഡാണ് ഇനി പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സിലബസ് പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുക്കുമ്പോൾ പേപ്പറിൻ്റെ ഒരു വശത്ത് മാത്രം പ്രിൻ്റ് വരുന്ന രീതിയിൽ എടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ സിലബസ് കംപ്ലീറ്റ് 2-3 തവണ വായിക്കുക എന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പഠനത്തിൻ്റെ അതിർത്തി അറിയാനായിട്ടാണ് ഇങ്ങനെ വായിക്കുന്നത്. ഇനി ഈ സിലബസ് എന്ത് ചെയ്യണം? നമ്മുടെ റൂമിൽ എപ്പോഴും ശ്രദ്ധ കിട്ടുന്ന ഒരിടത്ത് ഒട്ടിക്കണം. സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ ഒട്ടിക്കുന്നതിൽ നല്ലത് പഠിക്കുമ്പോൾ മാത്രമല്ല, വെറുതെ റൂമിൽ കയറി ഇറങ്ങുമ്പോൾ പോലും ശ്രദ്ധ ലഭിക്കുന്നിടത്ത് ഒട്ടിക്കുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാനായി ഏത് സബ്ജക്റ്റാണോ എടുക്കുന്നത് അത് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ഈ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന സിലബസിലെ ആ സബ്ജക്റ്റിൻ്റെ പോർഷൻസ് നന്നായിട്ട് വായിക്കുക. അതിനുശേഷം ആ സബ്ജക്റ്റിൻ്റെ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് സിലബസിൽ ഈ ടോപ്പിക്കിൻ്റെ താഴെ പെൻസിൽ കൊണ്ട് വരയ്ക്കണം. ഇനി ഈ ടോപ്പിക് എപ്പോഴാണോ പഠിച്ചു തീരുന്നത് അപ്പോൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തത് മായ്ച്ച് കളഞ്ഞിട്ട് റെഡ് ഇങ്ക് കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക. ഒരു ദിവസം പല സബ്ജക്ട്സ് നമ്മൾ പഠിക്കും. അപ്പോഴെല്ലാം ഈ രീതിയിൽ സിലബസ് വായിക്കുക, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. ഇനി അത് പഠിച്ചു തീർന്നതിന് ശേഷം ആ ടോപ്പിക്കിൻ്റെ അടിയിൽ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ എടുക്കുകയാണ്. അപ്പോൾ പഠിക്കുന്നതിന് മുൻപ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിലബസിലെ പോർഷൻസ് കംപ്ലീറ്റ് വായിച്ച് നോക്കുക. വായിച്ചിട്ട് നമ്മൾ പ്രിയാമ്പിളാണ് ഇപ്പോൾ പഠിക്കുന്നതെങ്കിൽ ആ പ്രിയാമ്പിളിൻ്റെ താഴെ ഒരു പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം. അതിനുശേഷം പ്രിയാമ്പിൾ എന്നാണോ പഠിച്ചു തീരുന്നത് അപ്പോൾ ഈ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തത് മായ്ച്ച് കളഞ്ഞിട്ട് അവിടെ റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത ടോപ്പിക് എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം പഠിച്ച് തീർന്നു കഴിയുമ്പോൾ റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് പറയാം. ഒന്നാമത്തേത്, ഓരോ ടോപ്പിക്സ് പഠിക്കുന്നതിന് മുൻപും സിലബസ് വായിക്കുന്നത് വഴി സിലബസ് റിവൈസ് ചെയ്യപ്പെടും. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ സിലബസ് പഠിക്കാൻ നമുക്ക് പ്രത്യേകിച്ചൊരു സമയം വേണ്ടി വരുന്നില്ല. രണ്ടാമത്തെ ബെനിഫിറ്റ്, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ സിലബസ് നമ്മൾ നോക്കുന്നോ അപ്പോഴെല്ലാം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാവും. മൂന്നാമത്തെ ബെനിഫിറ്റ്, ഈ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത് കാണുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയ പോർഷൻസ് ഏതൊക്കെയെന്ന് നമുക്ക് തന്നെ ഓർമ്മപ്പെടുത്തും. അത് നമ്മളിൽ എന്ത് ചെയ്യും? ഒരു കോൺഫിഡൻസ് ഉയർത്തുകയും ചെയ്യും. ഇതാണ് സിലബസ് പഠിക്കാനുള്ള ഈസി ആൻഡ് എഫക്റ്റീവ് മെത്തേഡ്. ഇതിലൂടെ എപ്പോഴും നമ്മുടെ പഠനത്തെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാവുക മാത്രമല്ല, മനസ്സിൽ സ്കാറ്റേഡ് ആയിട്ടുള്ള അറിവുകൾക്ക് പകരം ഓർഗനൈസ്ഡായി അറിവുകൾ സ്റ്റോർ ചെയ്യപ്പെടും. ഫൈനലായി നമ്മൾ നോക്കുന്നത് സിലബസും റിവിഷനും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, സിലബസിലെ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോഴും റൂമിലൂടെ ജസ്റ്റ് പാസ് ചെയ്യുമ്പോഴുമൊക്കെ സിലബസ് നോക്കുമ്പോൾ ഈ റെഡ് അണ്ടർലൈൻഡ് ആയിട്ടുള്ള പോർഷൻസിലെ അതിൽ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതേപ്പറ്റി നിങ്ങൾ പഠിച്ചതൊക്കെ ഓർത്തെടുക്കണം. അത് എഴുതി നോക്കുകയോ ഫോണിൽ റെക്കോർഡ് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അത് വിലയിരുത്തി തെറ്റിപ്പോയതും സ്കിപ്പായതുമൊക്കെ കറക്റ്റ് ചെയ്യണം. ഇങ്ങനെ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി പവർ കൂടുകയും കാര്യങ്ങളെ റാൻഡമായി ഓർത്തെടുക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ആവുകയും ചെയ്യും. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ
കണ്ടത് എന്താണ്? സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി. സിലബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിലബസ് ഒരു അതിർത്തിയാണ്. ഈ അതിർത്തിക്കുള്ളിൽ നിന്ന് എങ്ങനെ ഓർഗനൈസ്ഡായി പഠിക്കാമെന്ന് കണ്ടു. ഇനി പഠിച്ചത് എങ്ങനെ റിവൈസ് ചെയ്യാമെന്നും നമ്മൾ മനസ്സിലാക്കി. സോ ഡിയർ ഫ്രണ്ട്സ്, ഇത്തരത്തിൽ സിലബസ് പഠിക്കുന്നതും സിലബസ് വെച്ച് റിവിഷൻ നടത്തുന്നതും ട്രൈ ചെയ്ത് നോക്കാം. ഹാവ് എ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.